18 ജീവനക്കാർ, 282 യാത്രക്കാർ. ഇതിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്നുള്ളവർ. തിരുവനന്തപുരത്തു നിന്നും ദുബായിലെത്തിയ എമിറേറ്റ്സിൻ്റെ ബോയിങ് 777 EK521 എന്ന വിമാനം എങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടത്? ദുബായിൽ 20 വർഷത്തിലേറെയായി താമസിക്കുന്ന മലയാളി ഷാജി കൊച്ചുകുട്ടിയുടെ ജീവിതത്തിലൂടെ ഈ കഥ പറയാൻ ശ്രമിക്കുകയാണ് അറേബ്യൻ സ്റ്റോറീസ്. ഷാജിയും ഭാര്യ റിനിയും 2 മക്കളും അപകടത്തെ ഓർത്തെടുക്കുകയാണ് അറേബ്യൻ സ്റ്റോറീസിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി. ഒരു കാര്യം പറയാതെ വയ്യ, ഇവരുടെ വാക്കുകളിൽ അഭിനന്ദനമുണ്ടായിരുന്നു ദുബായ്ക്കും എമിറേറ്റ്സിലെ ജീവനക്കാർക്കും. ഇതായിരുന്നു ദുബായ് റൺവേയിൽ അടിയന്തരമായി ഇടിച്ചിറക്കിയപ്പോൾ വിമാനത്തിനുള്ളിലെ അവസ്ഥ. നിലവിളികളുമായി പുക നിറഞ്ഞ വിമാനത്തിനുള്ളിൽ നിന്നും യാത്രക്കാർ എമർജൻസി വാതിലിലൂടെ പുറത്തേക്ക്. ഒരു എമർജൻസി ലാൻഡിങ്, ആ എമർജൻസി ലാൻഡിങ് ചെയ്തു. അവിടെ ഇടിച്ചു നിന്ന് ആ സെക്കൻഡ് തന്നെ ഒരു നമുക്ക് റൈറ്റ് സൈഡിൽ എനിക്ക് തോന്നുന്നു വിങ്സിനായിരിക്കും ഫയറും, അതിനകത്തേക്ക് പുക വന്നപ്പോഴത്തേന് പിന്നെ ഒരു ഇതില്ലല്ലോ. ദെൻ ഓൾ ദ എമർജൻസി എക്സിറ്റ് ഓപ്പൺ. അത് ക്രൂവിൻ്റെയും പൈലറ്റിൻ്റെയും കഴിവ് തന്നെയാണ്. വിത്തിൻ നോ സെക്കൻഡ്സ് ദേ ഹാവ് ഡൺ എവറിത്തിങ്. ഇതൊക്കെ പേടിക്കുന്ന സംഭവങ്ങളായിരുന്നു നടന്നത്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഒരുപാട് കരഞ്ഞ് പിന്നെ അവർ നമ്മളെ ഒരു ഇവിടെ ഇല്ല എയർപ്ലെയിൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരിടത്ത് കൊണ്ടുപോയി. പിന്നെ അവിടുന്ന് ഞങ്ങൾ വെള്ളം തന്നു. അപ്പുറത്തേക്ക് ഈ ഫസ്റ്റ് എയ്ഡൊക്കെ തരുന്ന ആൾക്കാരൊക്കെ വന്നു. 10 സെക്കൻഡിൽ തന്നെ എമർജൻസി എക്സിറ്റിലൂടെ വെളിയിലേക്ക് ചാടി. കാരണം ഞാൻ എൻ്റെ 3 മക്കളെ ആദ്യം പുള്ളിക്കാരി സ്വയം ചാടി, അതിൻ്റെ പുറമെ ഞാൻ ചാടി. പിന്നെ എൻ്റെ പുറത്ത് ഇഷ്ടം പോലെ പേര് വന്ന് വീഴുന്നുണ്ട്, പക്ഷേ വേർ ഓൾ പ്രൊട്ടക്റ്റഡ്. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി ഓടുക. ഓടുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു 10 മീറ്റർ ഈ എല്ലാ എക്സിറ്റിലൂടെ ആൾക്കാർ ഓടുന്നുള്ളൂ. ആ 10 മീറ്റർ ഓടുമ്പോൾ തന്നെ ആദ്യത്തെ ബ്ലാസ്റ്റാണ്. ഈ 10 മീറ്റർ ഓടാൻ ചിലപ്പോൾ ഒരു 10, 15, 20 സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ ആ ആദ്യത്തെ ഇപ്പം പറയുന്നത് 1.5 മിനിറ്റിനകത്ത്, അതായത് 90 സെക്കൻഡിൽ ഈ 300 യാത്രക്കാരെ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഓരോ വ്യക്തിക്കും ലഭിച്ചത് ചിലപ്പോൾ 1, 2, 3 സെക്കൻഡ് ആയിരിക്കും. ആ 3 സെക്കൻഡിൽ ഒരു ജീവൻ തിരിച്ചു കിട്ടുന്നതിന് തുല്യമായിട്ട് എല്ലാ യാത്രക്കാരും. കുറേ വർഷമായിട്ട് മക്കളായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. ഇത് ഇങ്ങനൊരു അപകടം സംഭവിച്ചപ്പോൾ എന്തായിരുന്നു ആദ്യം മനസ്സിലേക്ക് വന്നത്? വിമാനത്തിനുള്ളിൽ പെട്ടെന്നാണ് പുകയും കറുത്ത പുകയും കരിഞ്ഞ സ്മെല്ലും പെട്ടെന്ന് അങ്ങ് അടിയുകയായിരുന്നു. അപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം പരിഭ്രാന്തരായി. പിള്ളേരെയൊക്കെ വിളിച്ചു വെക്കലും കരച്ചിലും ബഹളവുമായി. അപ്പോൾ എങ്ങനെയും പുറത്ത് ചാടണമെന്നുള്ളൊരു ചിന്തയിലായിരുന്നു. അപ്പോൾ പറയുന്നുണ്ട് ബാഗ് ഒന്നും എടുക്കണ്ട, നിങ്ങളെ മുന്നോട്ട് എസ്കേപ്പ് ചെയ്തു ചാടി രക്ഷപ്പെട്ടോളാനാണ് പറയുന്നത്. അങ്ങനെ പിന്നെ മുന്നോട്ട് പോയി കുഞ്ഞുങ്ങളുമായിട്ട് ഹസ്ബൻഡ് പുറകിന് വന്നു. എല്ലാവരും അങ്ങ് ചാടി രക്ഷപ്പെടാനുള്ള ശ്രമമായിരുന്നു. അങ്ങനെ അങ്ങ് ചാടി പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ മക്കളെയൊക്കെ ചേർത്ത് പിടിച്ച് എന്തപ്പോൾ ആ സമയത്ത് തോന്നിയൊരു വികാരം എന്താ? അന്നേരം ഒരു ആത്മസംതൃപ്തി തോന്നി, ജീവൻ തിരിച്ചു കിട്ടിയാൽ അത്രയേ ഉള്ളൂ. പിന്നെ നഷ്ടപ്പെട്ടതൊക്കെ പോട്ടെ, അതിലൊന്നും പ്രശ്നമില്ല. നമുക്ക് ജീവൻ തിരിച്ചു കിട്ടിയതിൽ പൂർണ്ണ സന്തോഷം. ദൈവത്തിന് ഒരുപാട് താങ്ക്ഫുൾ. 1.5 മിനിറ്റ് മാത്രം എടുത്ത പൈലറ്റുമാരും ജീവനക്കാരും യാത്രക്കാരും അടക്കം 300 പേർ EK521 ബോയിങ് 777 വിമാനത്തിൽ നിന്നും പുറത്തെത്തി ഓടിയകന്നു. മിനിറ്റുകൾക്കകം വിമാനത്തിന്റെ ഒരു ചിറക് പൊട്ടിത്തെറിച്ചു. പിന്നെ വിമാനം കത്തിപ്പടരുകയായിരുന്നു. ഷെറിന്റെ കൂടെ അനിയത്തിമാരുണ്ട്, പപ്പയും മമ്മിയുണ്ട്, എല്ലാവരും ഉണ്ടെങ്കിലും ഷെറിന്റെ മനസ്സിൽ ആ സമയത്തുണ്ടായ ഒരു എന്തായിരുന്നു തോന്നിയത്? ആക്ച്വലി ആ സമയത്ത് ഇങ്ങനെ ഒരു ക്രാഷ് ലാൻഡിങ് നടക്കുന്ന സമയത്ത് നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമില്ലല്ലോ. ആ സമയത്ത് നമുക്ക് വേണ്ട കോൺഫിഡൻസ് എങ്ങനെയെങ്കിലും അനിയത്തിമാരെയും പപ്പയെ ഒക്കെ രക്ഷപ്പെടണം, അങ്ങനെ ഒരു എസ്കേപ്പ് ആണ്. അപ്പോൾ അനിയത്തിയാണ് കൈ കിട്ടിയത്. ഇവള് മമ്മയുടെ കൂടെ ചാടിയെന്ന് തോന്നുന്നു. അപ്പോൾ ഇവള് പുറകിലോട്ട് മാറിക്കുന്ന സമയത്ത് എനിക്ക് ഇത്ര ഉള്ളതെന്ന് ഇവളെയും കൈ കിട്ടിയ ഒരു ബാഗും കൈ കിട്ടിയ എന്താ കിട്ടിയ എടുത്തുകൊണ്ട് അങ്ങ് എസ്കേപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ കൈ പിടിച്ചുകൊണ്ട് ഞങ്ങൾ 2 സ്ലൈഡിൽ കൂടെ ചാടി. പിന്നെ പെട്ടെന്ന് ഓടുന്ന ആ ഒരു 2 മിനിറ്റ് ഞങ്ങൾ ആ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് ഫസ്റ്റ് ബ്ലാസ്റ്റ് ആണെന്നു. അകത്ത് പിന്നെ ആരെയും ആ സ്മോക്ക് കാരണം അകത്ത് അധികം വിസിബിൾ അല്ലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇവള് പെട്ടുപോയല്ലോ, അത് കാരണം ഇവളെയും പിടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ബാഗും എടുത്തുകൊണ്ട് ചാടുകയായിരുന്നു. പുറത്തെത്തി നിങ്ങൾ പപ്പയും മമ്മിയും എല്ലാവരോടും ചേർന്നപ്പോൾ എന്താ തോന്നുന്നു? ആക്ച്വലി എനിക്ക് ദൈവത്തിനോട് നന്ദി പറയണം. കാരണം ഒന്നും എനിക്ക് മാറ്റർ ചെയ്യുന്നില്ല. ഈ ബുക്സ് പോട്ടെ, തുണി പോട്ടെ, എന്ത് പോട്ടെ, പക്ഷേ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അതും
പൈലറ്റിന്റെ സംയോജിതമായ ഇടപെടലും അപകടം മണത്തെറിഞ്ഞ രക്ഷാസേനയുടെ പ്രവർത്തനവുമാണ് വിമാനത്തിനുള്ളിലെ ഒരു യാത്രക്കാരന് പോലും ജീവൻ നഷ്ടമാകാതെ കാത്തു സൂക്ഷിച്ചത്. ഒട്ടനവധി രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ഇത് മറ്റൊരു വിമാനത്താവളത്തിലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചെന്നാണ് ഇപ്പോൾ തോന്നുന്നത്? തെക്കേ അമേരിക്ക ഒഴികെയുള്ള ഒരുമാതിരി എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും പ്രധാന സിറ്റികളിലൊക്കെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ദുബായ് എയർപോർട്ടിൽ എനിക്ക് എമിറേറ്റ്സ് സത്യത്തിൽ ഐ എം മച്ച് കംഫർട്ടബിൾ ദാൻ എനി അതർ എയർലൈൻസ് ഇൻ ദ വേൾഡിൽ. അത് എല്ലാ എയർലൈൻസ് മിക്ക പ്രധാന എയർലൈൻസിലും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എമിറേറ്റ്സിനോടൊരു ഇഷ്ടവും സ്നേഹമുണ്ട്. ആ എമിറേറ്റ്സ് തന്നെ ഇന്ന് എൻ്റെ ജീവൻ തിരിച്ചു തരിക എന്ന് പറയുന്നത് എമിറേറ്റ്സ് ഗ്രൗണ്ട് സ്റ്റാഫ് ആൻഡ് ക്രൂ. അതിനെ ലാൻഡ് ചെയ്തിട്ട് ഒരു ബ്ലാസ്റ്റിന് ഒരു പക്ഷേ പൈലറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം നെക്സ്റ്റ് 30 സെക്കൻഡ്സ് അല്ലെ നെക്സ്റ്റ് 1 മിനിറ്റിലൊരു ഇതൊരു ബെല്ലി ലാൻഡിങ്ങാണ്, അറിയാമല്ലോ. അതായത് ക്രാഷ് ലാൻഡിങ് എന്ന് പറയുമ്പം ടയറില്ല അല്ലെ ഗിയർ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ട് ബോഡിയാണ് ഇടിച്ച് ഇതാവുന്നത്. അപ്പം അത് കത്തും, അത് ഉറപ്പാണ്. അത് ആ ഒരു സെക്കൻഡിൽ ഇത്രയും ഒരു റെസ്ക്യൂ അല്ലെ ഇവാക്വേഷൻ നടക്കാനുള്ള സജ്ജീകരണം ഗ്രൗണ്ട് ലെവലിൽ നടന്നിരുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഓൾ മേ ബി ഇൻ ദ ഈ കമ്മ്യൂണിക്കേഷൻ ഒരു 2 മിനിറ്റ്സിലായിരിക്കുമല്ലോ ഈ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. ആ 2 മിനിറ്റ്സിൽ ഗ്രൗണ്ട് സജ്ജമാക്കി അല്ലേ, ഗ്രൗണ്ട് സജ്ജമാക്കി. അത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. അത് അവർ ചെയ്തു. ആ റെസ്ക്യൂ അങ്ങനെയായിരുന്നു. രക്ഷപ്പെട്ട് ഓടുന്നവരെ ഉടനെ തന്നെ ചെറിയ എന്താ പറയുന്നത് ഈ പോലീസിൻ്റെ അല്ലെ റെസ്ക്യൂ ഓപ്പറേഷൻ്റെ എമർജൻസി ഓപ്പറേഷൻസിൻ്റെ വണ്ടിയെ കയറി ആദ്യം ഞങ്ങളെ എമിറേറ്റ്സിൻ്റെ ഈ റിപ്പയറിങ് സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ താഴെ ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുക. അപ്പോഴത്തേനും അവിടെ മെഡിക്കൽ ഫുൾ ടീം വരുന്നു. ചെസ്റ്റ് പെയിൻ ഉള്ളവർക്കോ അല്ലെങ്കിൽ ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളവർക്കോ എല്ലാം മെഡിക്കേഷൻ. എൻ്റെ വൈഫിൻ്റെ തന്നെ കാലും മുട്ട് ഇടിച്ച് വീണതിന് അതിനുടനെ തന്നെ ബാൻഡേജ് കെട്ടി. എൻ്റെ കാല് പൊള്ളി ഇതിലൂടെ ചാടുകയോ ഓടുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഷൂ ഇല്ലാതല്ലേ. അപ്പോൾ അതിൻ്റേതായ ഇതെല്ലാം പെട്ടെന്ന് അവരെല്ലാം ആ ഒരു പ്രവർത്തനം നമ്മുടെ കൺമുന്നിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കത്തുന്ന ഒരു വിമാനത്തെക്കുറിച്ച് ഞാൻ അതിൽ കൂടുതൽ എന്ത് പറയണം? കത്തിയമരുന്ന വിമാനത്തിലെ തീയണക്കാൻ പരിശ്രമിച്ച അഗ്നിശമന സേനാംഗവും UAE പൗരനുമായ ജാസിം ഈസയ്ക്ക് ജീവൻ നഷ്ടമായി. ഏത് അപകടത്തെയും നേരിടാൻ സജ്ജമായ സംവിധാനങ്ങളാണ് തങ്ങൾക്കുള്ളതെന്ന് ഒരിക്കൽ കൂടി ലോകത്തോട് വിളിച്ചു പറയുക കൂടിയായിരുന്നു ദുബായ്. 2ാം ജന്മം സമ്മാനിച്ച എമിറേറ്റ്സിൽ തന്നെ യാത്ര ചെയ്യണമെന്നാണ് ഷാജിയും കുടുംബവും അങ്ങനെ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏവർക്കും ഇപ്പോൾ പറയാനുള്ളത്. രക്ഷപ്പെട്ട ക്യാബിൻ ക്രൂസും പൈലറ്റും നിന്ന് കരയുന്ന കാണുമ്പോൾ പോലും ഞങ്ങൾ അവരെ ഇങ്ങനെ ഒരു അത്ഭുതത്തോടെ അവർ കത്തുന്ന വിമാനത്തെ നോക്കി കരയാന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ് കത്തുന്നത് അല്ലേ. ഈ ഒരു എനിക്കത് എൻ്റെ വിശ്വാസം കൂടുക. കാര്യം ഞാൻ വിശ്വസിച്ചിരുന്നു അല്ലെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന എയർലൈൻസ് തന്നെയാണ് എന്നെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തിയത്.